ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. പെട്ടെന്നൊരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ആൻഡ് സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു ഡിന്നർ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ലഞ്ച് പാർട്ടിയോ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഈ സ്നാക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ബൂന്തി വെച്ചിട്ടാണ്. ബൂന്തി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിൽ വളരെ ഫേമസ് ആണ്. അവരെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ മലയാളികൾക്കും അറിയേണ്ടതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന മിക്സ്ചറിനകത്ത് ചെറിയ വട്ടത്തിൽ കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണ് ബൂന്തി. അപ്പം അത് നമുക്ക് പാക്കറ്റിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലുലുവിലും എല്ലാവിധ കടകളിലും എല്ലാ സ്റ്റോർസിലും സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ബൂന്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവോള എടുത്തിട്ടുണ്ട്. ചെറിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മാക്സിമം ചെറുതാക്കി അരിയാൻ പറ്റും, അത്രയും ചെറുതാക്കി തന്നെ അരിയാൻ ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം. 2 ടേബിൾ സ്പൂൺ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം തക്കാളി എടുക്കുന്നത് ഉള്ളിലത്തെ ആ ഒരു ഫ്ലഷ് ഭാഗമില്ല, അതായത് ആ പൾപ്പ് ഞാൻ മാറ്റിയതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ പൾപ്പും കൂടെ ചേർക്കുവാണെങ്കിൽ നമ്മളുടെ ഈ ബൂന്തിയായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയി പോകും. അതുകൊണ്ട് ജസ്റ്റ് ആ പൾപ്പ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രം എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഇതിലോട്ട് ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുവാണ്. ഉപ്പും കൂടെ ചേർത്ത് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും ബാക്കി പച്ചക്കറികളെല്ലാം തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതേപോലെ തിരുമ്പി പിടിപ്പിക്കണം. അപ്പം ഈ രീതിയിൽ ഇങ്ങനെ തിരുമ്പി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസിലത്തെയും ജ്യൂസസ് ഒന്നായിട്ട് ഒരു നല്ലൊരു ഫ്ലേവർ ഇവിടെ ഫോം ചെയ്യുവാണ് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എരിവിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒരു നുള്ള് ചേർക്കുക, അതായത് നമ്മളുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു നുള്ള് മല്ലിപ്പൊടിയും ചേർക്കുവാണ്. ജസ്റ്റ് കണ്ടില്ലേ, വളരെ ചെറിയൊരു പോർഷൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. കാരണം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറും, അത് അത്രയ്ക്ക് നന്നായിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു നുള്ള് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ബൂന്തി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മിക്സറിലൊക്കെ ഇട്ട് കഴിക്കുന്ന സാധനം. അത് നമുക്ക് നാട്ടിലാണെങ്കിൽ ഹൽദിറാംസിൻ്റെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ സാധാരണ നോർമൽ ലൂസ് പാക്കറ്റ്സിലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബൂന്തി. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നാരങ്ങയും പിഴിഞ്ഞിടാം. അപ്പോൾ ഇവിടെ ഞാൻ അരക്കഷ്ണം നാരങ്ങ കാണിക്കണമെങ്കിലും ഇത് മുഴുവനോടെ പിഴിഞ്ഞിടണ്ട കേട്ടോ. കാരണം കുറേശ്ശെ പിഴിയുക, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കാം. ഇത്രയേ ഉള്ളൂ. മിക്സ് ചെയ്ത് ഉടനെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ അപ്പം വേണം നിങ്ങൾ ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട്. കാരണം നേരത്തെ മുൻകൂട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൂന്തിയുടെ ആ ക്രിസ്പിനെസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ ഇതിലോട്ട് ഇച്ചിരി ചാട്ട് മസാലയൊക്കെ ആഡ് ചെയ്യും. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ വീട്ടിലൊന്നും ചാട്ട് മസാല ഡെയിലി നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുമില്ല. അപ്പം നിങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. സംഭവം കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you so much for watching. Bye.